ഹായ് ഗേസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പല ആളുകൾക്കും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനൊക്കെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലൊക്കെ. മാത്രമല്ല, ആ ഒരു ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടി പല ആളുകൾക്കും എടുക്കാനും സാധിക്കാറില്ല പല കാരണങ്ങൾ കൊണ്ട്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വയം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും. പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് വഴി നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഇത്തരം ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, എന്താണ് നമ്മുടെ ഡിസയർ? അതായത് ആ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു, ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും നമുക്ക് പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, അതായത് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, അതല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ്, എന്തൊക്കെ ഡിസയർ കൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെങ്കിൽ എഴുതുക എന്നുള്ളതാണ് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പല ആളുകൾക്കും ഇങ്ങനെ വരുന്നത് പല റീസൺ കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, വിവാഹം ചെയ്ത അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും അതായിരിക്കും അവർക്കൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു റീസൺ ആയിട്ട് വരുന്നിട്ടുണ്ടായിരിക്കാം. സോ ഇതുപോലെ പല ആളുകൾക്കും പല ഡിസയർ ആയിരിക്കും, പല റീസൺ ആയിരിക്കും. ചില ആളുകൾക്ക് ഭയമായിരിക്കും, ചില ആളുകൾക്ക് ആഗ്രഹം തന്നെയായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. എന്നാലും ഫിയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പേടിയുടെ ആ ഒരു സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു റീസൺ മാത്രം കണക്കിലെടുത്തുകൊണ്ട് എടുക്കുന്ന ഡിസിഷൻസ് മിക്കപ്പോഴും തെറ്റിപ്പോകാറാണ് ഉള്ളത്. എന്നാലും നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള റീസൺസ് അല്ലെങ്കിൽ ഡിസയേഴ്സ് 1 by 1 ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ എന്തെല്ലാം റീസൺസ് ആണ് ഇങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്, അതും നിങ്ങൾ എഴുതണം. രണ്ടും തരം തിരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ആ റിലേഷൻഷിപ്പ് ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്നതിനെ കുറിച്ച്. സോ ആദ്യത്തെ 2 സ്റ്റെപ്പ് ഇതാണ്. ഇനി മൂന്നാമതായി നിങ്ങൾ വീണ്ടും ആലോചിക്കേണ്ടത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് ജെന്യൂൻ ആയിട്ടുള്ള വളരെ പീക്ക് പോയിന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇനി ലൈഫിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. സോ ആ റീസൺ എന്താണ് എന്നുള്ളത് വീണ്ടും നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ്. സോ ഇത്രയുമാണ് 3 കാര്യങ്ങൾ. ഇനി 4മതായി, ഒരു പക്ഷേ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്നതിനെ കുറിച്ച് സ്വയം നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ 4മതായിട്ട് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ 5മതായി നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ ഒരു റിലേഷൻഷിപ്പിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചാണ്. സോ നിങ്ങൾ 4മതായി ഒരു പക്ഷേ ഞാൻ ഇനി ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്ന തീരുമാനത്തിലാണ് എത്തിയത് എന്നുണ്ടെങ്കിൽ 5മത്തെ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ 5മതായി ഈ ഒരു കാര്യം കൂടി ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ആൻസർ ലഭിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിന്റെ പൊട്ടൻഷ്യൽ വളരെയധികം വലുതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം ബെറ്റർ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് ആലോചിക്കുന്ന സമയത്ത് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ഡിസിഷൻ മാറ്റാനുള്ള സമയമാണ് ഈ ഒരു 5മത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ 4മതായി നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സ്വയം നിങ്ങൾ അനലൈസ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ്. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും നിങ്ങൾ നിങ്ങളോട് തന്നെ ട്രൂത്ത്ഫുൾ ആയിട്ടാണ് നിങ്ങൾ ആ ഒരു ആൻസർ കണ്ടെത്തേണ്ടത്. 5മതായി ആ റിലേഷൻഷിപ്പിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക. നിങ്ങൾക്ക് യാതൊരു വാല്യൂ അല്ലെങ്കിൽ യാതൊരു ബെനിഫിറ്റോ അല്ലെങ്കിൽ യാതൊരു സന്തോഷമോ ആ റിലേഷൻഷിപ്പിൽ നിന്നും
നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെടുത്ത നോ എന്ന ആൻസർ ശരിയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇങ്ങനെയാവുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഈ 5 സ്റ്റെപ്പിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് മറ്റൊരാളുടെ പ്രേരണ അല്ലെങ്കിൽ മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങാതെ തന്നെ നമുക്ക് എന്താണോ ആവശ്യം, നമ്മുടെ ആഗ്രഹം എന്താണോ, നമ്മൾ എന്താണോ ഇഷ്ടപ്പെടുന്നത്, ഇതിനനുസരിച്ച് നമുക്കൊരു വ്യക്തമായ തീരുമാനം എടുക്കാൻ സാധിക്കും. പലപ്പോഴും മറ്റുള്ള ആളുകളുടെ പ്രേരണ മൂലം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകാറുണ്ട്. കാരണം നമ്മുടെ ഇഷ്ടമല്ല അത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അത് നിങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പിന്നീടും അത് സന്തോഷകരമായിരിക്കും. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പെയിൻഫുൾ ആണെങ്കിലും പിന്നീട് നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. സോ ഇത്തരത്തിലുള്ള ഒരു ലൈഫിൽ എങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ 5 സ്റ്റെപ്പുകൾ ലൈഫിൽ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. തീർച്ചയായും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്